നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആകാശ് തില്ലങ്കേരിയുടെ വയനാട് യാത്രയിൽ അടിമുടി സംശയം. പിന്നാലെ പോകുകയാണ് പോലീസ്. സ്വർണം പൊട്ടിക്കൽ, കൊട്ടേഷൻ കേസുകളിലൊക്കെ പ്രതിയാണ് ആകാശ്. കൂടാതെ ലഹരി സംഘങ്ങളുമായും ബന്ധമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വയനാട്ടിലേക്ക് പോയത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. ആകാശ് തില്ലങ്കേരിയെ സർക്കാർ സംരക്ഷിക്കുന്നു. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതുകൊണ്ടാണ് ആകാശിന്റെ ജീപ്പ് യാത്രയ്ക്ക് പൂട്ടുവീണതെന്നാണ് വാദവും മുറുകുന്നത്. എന്നിട്ടും പോലീസ് ചെറുവിരൽ അനക്കുന്നില്ല. ആഭ്യന്തരമന്ത്രിയുടെ ഒത്താശയുണ്ടല്ലോ എന്ന ആരോപണം ശക്തമാകുന്നു. തൊട്ടു പിന്നാലെ ആകാശ് തില്ലങ്കേരിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. ഇതാണിപ്പോൾ പോലീസ് വയനാട്ടിലേക്ക് വെച്ചുപിടിക്കാൻ കാരണം. ആകാശ് തില്ലങ്കേരിക്കെതിരെ മുഴക്കുന്ന് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചുവെന്നാണ് വിവരങ്ങൾ. വയനാട് ജില്ലയിലെ ആകാശ് തില്ലങ്കേരിയുടെ സാന്നിധ്യമാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി ആകാശും കൂട്ടാളികളും വയനാട്ടിലുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണ്. വിനോദയാത്രയ്ക്കാണ് ആകാശ് വയനാട്ടിലെത്തിയതെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന കാര്യമാണ് അന്വേഷിച്ചു വരുന്നത്. പനമരം പോലീസിൽ നിന്നാണ് മുഴക്കുന്ന് പോലീസ് ഇക്കാര്യത്തിൽ പ്രാഥമിക നിഗമനങ്ങൾ തേടുന്നത്. കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ആകാശ് തില്ലങ്കേരിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ആകാശിന്റെയും കൂട്ടാളികളുടെയും സാന്നിധ്യം സ്വർണം പൊട്ടിക്കലുമായി ബന്ധമുള്ളതാണോ എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. മാഫിയ ബന്ധങ്ങളുള്ള ആകാശ് തില്ലങ്കേരി കാപ്പ കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇതിനുശേഷം ഹൈക്കോടതിയിൽ ജാമ്യം നേടിയ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘന യാത്രയ്ക്കെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദിന്റെ മട്ടന്നൂരിലെ വീടിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മട്ടന്നൂർ വെള്ളിയാംപറമ്പിലെ വീട്ടിലാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയത്. നൈറ്റ് പെട്രോളിംഗും വീട്ടിൽ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫർസീനെതിരെ ഭീഷണിയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിനെ തുടർന്നാണ് വീടിന് കാവലേർപ്പെടുത്തിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാറിന്റെ ഉത്തരവിനെ തുടർന്നാണ് സുരക്ഷ ഏർപ്പെടുത്തിയത്. വയനാട് RTOയ്ക്കാണ് പനമരത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ യാത്ര നടത്തിയത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിന് ഫർസീൻ ആകാശിനെതിരെ പരാതി നൽകിയത്. എടയന്നൂർ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതി കൂടിയായ ആകാശ് തില്ലങ്കേരി ഓടിച്ച തുറന്ന ജീപ്പിൽ ഒട്ടേറെ ക്രമക്കേടുകൾ ഉണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പ് അടിമുടി വ്യാജനെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇയാൾ സഞ്ചരിച്ച തുറന്ന ജീപ്പ് പൂർണ്ണമായും അസംബിൾ ചെയ്തെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതേ തുടർന്ന് വണ്ടിയുടെ രജിസ്ട്രേഷൻ സ്ഥിരമായി റദ്ദാക്കാൻ മലപ്പുറം RTOയ്ക്ക് വയനാട് എൻഫോഴ്സ്മെന്റ് RTO ശുപാർശ ചെയ്തു. ആകാശ് തില്ലങ്കേരി ഓടിച്ച വാഹനം രൂപമാറ്റം വരുത്താൻ ഉപയോഗിച്ച ടയറുകൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് പിടിച്ചെടുത്തിരുന്നു. ആകാശിന്റെ സുഹൃത്ത് ഷൈജലിന്റെ വീട്ടിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. രൂപമാറ്റം വരുത്തിയത് നേരെയാക്കി ആയിരുന്നു വാഹനം ഷൈജൽ പനമരം സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നത്. അതേസമയം ചട്ടവിരുദ്ധമായി വാഹനങ്ങളിൽ രൂപവ്യത്യാസം വരുത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ശനിയാഴ്ച വീണ്ടും പരിഗണിക്കും. വയനാട്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പ് പൊതുനിരത്തിൽ ഓടിച്ച ക്രിമിനൽ കേസ് പ്രതി ആകാശ് തില്ലങ്കേരിക്കെതിരെ സ്വീകരിച്ച നടപടികൾ ചിത്രങ്ങൾ സഹിതം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. IAS IPS ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചട്ടങ്ങൾ ലംഘിച്ച് ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കുന്നതും തടയണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.